സഖാവ് വി എസ് എന്ന രണ്ടക്ഷരത്തിൽ എന്നും ജനമനസ്സുകളിൽ നിലനിൽക്കുന്ന ഭരണാധികാരി. ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന VS അച്യുതാനന്ദൻ വിടവാങ്ങി. കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ. CPIMന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച VS അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു. അതിനാൽ തന്നെ ജനമനസ്സുകളെ ഇത്രയും സ്വാധീനിച്ച നേതാവ് വേറെ ഉണ്ടാവില്ല. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20 അദ്ദേഹം ജനിച്ചു. 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11ാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് VSനെ വളർത്തിയത്. നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്താണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് VS രാഷ്ട്രീയത്തിലെത്തുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് കൃഷ്ണപിള്ളയാണ് VSലെ സഖാവിനെ കണ്ടെത്തിയത്. അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് VSനെ അയച്ചു. അവിടെ നിന്നും VS വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് ഒളിവിൽ പോയി. പിന്നീട് പോലീസ് അറസ്റ്റ്, തുടർന്ന് 4 വർഷത്തോളം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു. അവിടെ നിന്നും ലഭിച്ച അനുഭവങ്ങളും പാഠങ്ങളും പിന്നീട് 80 വർഷക്കാലം VSനെ നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തിന്റെ നിത്യ യൗവനമാക്കി. 1952 VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1954 പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ VS 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് നിറയെ സ്ഥാനമാനങ്ങൾ. VS ഭരണത്തിലായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിലായിരിക്കുമ്പോഴും നിരന്തരമായ സമരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ എല്ലാം VS എത്തി. സമരങ്ങൾക്ക് ഊർജം പകർന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് തുടങ്ങിയ ആ സമരങ്ങൾ കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലൂടെയും പട്ടയ സമരങ്ങളിലൂടെയും നഴ്സുമാരുടെ സമരങ്ങളിലൂടെയും തൊഴിലാളി സർവീസ് മേഖലകളിലെ സമരങ്ങളിലൂടെയും പ്രവഹിച്ചു. അങ്ങനെ പ്രതിഷേധ സമരങ്ങളുടെ മുഖമായി അദ്ദേഹം നിലകൊണ്ടു. രാഷ്ട്രീയ രംഗത്ത് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് അച്യുതാനന്ദൻ സംസ്ഥാന മന്ത്രിയായിട്ടില്ല. ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 2006 മെയ് 18 കേരളത്തിലെ 11ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ VSന് 83 വയസ്സായിരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് VS തുടക്കമിട്ടു. സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിട മാറാതെ നിന്നുകൊണ്ടുള്ള ഭരണ നിർവഹണം അദ്ദേഹത്തെ കേരളത്തിലെ ഒരു ജനപ്രിയ ഭരണാധികാരിയാക്കി മാറ്റി. എന്നും ജനമനസ്സുകളിൽ നിലനിൽക്കുന്ന ഒരു ഭരണാധികാരി.